യേശുവിന്റെ കുരിശുമരണത്തിന്റെ ത്യാഗസ്മരണയിൽ മലയാറ്റൂർ കുരിശുമടി കയറി വിശ്വാസികൾ. 10,000-കണക്കിന് ആളുകളാണ് മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. പുലർച്ചെ മുതൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളോട്, അതായത് വിശുദ്ധ വാരത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഓർമ്മയായ ദുഃഖവെള്ളിയാണ്. ഇവിടെ മലയാറ്റൂരാണ് നമ്മളുള്ളത്. മലയാറ്റൂർ അടിവാരത്തിന് 1-ാം സ്ഥലത്തിന് സമീപത്താണുള്ളത്. കഠിനമായ കാനന പാത കയറി വിശ്വാസികൾ യേശുക്രിസ്തു കടന്നുപോയ പീഡാനുഭവത്തിൻ്റെ ഓർമ്മകളിലൂടെ പ്രാർത്ഥനകളുമായി കടന്നു പോവുകയാണ്. വിശ്വാസികളുടെ വലിയ തിരക്കാണ് ഇവിടെ മലയാറ്റൂരുള്ളത്. പുലർച്ചെ മുതൽ തന്നെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുമുണ്ട്. എപ്പം വന്നു ഇവിടെ? 6 മണിക്ക്. 6 മണിക്ക് ഒഡീഷയിൽ നിന്ന് ഇവിടെ വന്നു. 6 മണിക്ക് ഇല്ല, അവിടെ പണി, ഇവിടെ ജോലിയാണ്. Have you heard about Malayatur pilgrims before? Very good. That is a beautiful place, grateful place. You climb the hill or you are going to start the? I'm going to start the hill. Next time definitely you will come on. Yeah, come. യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ സെയിൻറ്റ് തോമസിൻ്റെ കാൽപാദം പതിഞ്ഞ ഒരു സ്ഥലമാണ് ഇത് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ എപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഞങ്ങൾ വെളുപ്പിന് 2 മണിക്ക് എത്തി. 2 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ എല്ലാ കൊല്ലവും ഇങ്ങനെ മല കയറാൻ മലയാറ്റൂർ ഞങ്ങൾ കഴിഞ്ഞ വർഷം തൊട്ട് ഇങ്ങനെ, അതായത് കുഞ്ഞിലേ വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം വന്ന്, ഈ വർഷവും വന്നു. ഈ വർഷം ഭയങ്കര തിരക്കാണ്. മലയൊക്കെ കയറിയോ? ആദ്യമായിട്ടാണോ മല കയറുന്നത്? എങ്ങനെയുണ്ട് മല കയറിയിട്ട്? സൂപ്പർ. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നോ? ചെറുതായിട്ട്. എന്നാലും എന്ത് തോന്നുന്നു മലയൊക്കെ കയറിയിട്ട്? ഇങ്ങനെ തോമാസ്ലിഹയുടെ കാൽപാദം പതിഞ്ഞ സ്ഥലമൊക്കെ കണ്ടോ? 50 നോമ്പിൻ്റെ ആരംഭം തൊട്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കാൽനടയായി ഇങ്ങോട്ടേക്ക് എത്തുകയുമാണ് ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ 1-ാം സ്ഥലത്താണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 3.5 കിലോമീറ്റർ കഴിഞ്ഞാലാണ് 14-ാം സ്ഥലം എത്തുന്നത്. കഠിനമായ നോമ്പൊക്കെ നോറ്റ് പ്രാർത്ഥനകളോടെ തന്നെയാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെയും ഇത് സമാനമായ രീതിയിൽ തന്നെ കുരിശുമല കയറാൻ വരുന്ന വിശ്വാസികളുടെ വലിയ ഒരു തിരക്ക് തന്നെ ഉണ്ടാകും. ഞായറാഴ്ച ഈസ്റ്ററാണ്. അന്ന് മാത്രമാണ് ഈ തിരക്കിന് ഒരു അവസാനമാകുക. അതിനുശേഷം വീണ്ടും പഴയപടി തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് കുരിശുമല കയറാൻ എത്തിക്കൊണ്ടേയിരിക്കും. ക്യാമറമാൻ ആന്റണി ഗരഗരയ്ക്കൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.